നമസ്കാരം, സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചു. അതിനുശേഷം 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലേ. നമ്മൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഒക്കെ പഠിച്ച സമയത്തും നമ്മൾ പറഞ്ഞു കേട്ട ഒരു ടേമാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈവൻ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് സംഭവം എന്ന്. നിങ്ങൾക്ക് മിക്കവാറും ഒരു 90% ആളുകൾക്കും ഇതെന്താണെന്നുള്ളത് അറിയാം അല്ലേ. എന്നാലും ഇതിൻ്റെ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ടേം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും കൂടി നമ്മൾ അറിയണം. സത്യത്തിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്താണ് വരും കാലം, അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് എത്രത്തോളമാണെന്ന് നമ്മൾ ഇപ്പോഴേ ഒന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഒരു മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, വിലയിരുത്തുന്നു. ഒരിക്കലും ഒരു ഊഹത്തിൻ്റെ പേരിലല്ല, കുറേ മെത്തേഡ്സ് ഉണ്ട് അതിന്. പല പാസ്റ്റിലെ കുറേ കണക്കുകൾ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡിമാൻഡ് വെച്ചിട്ട് ഈ വർഷത്തെ ഡിമാൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. പക്ഷേ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലേക്ക് ഒരു കാര്യം വരുന്നുണ്ട്, എന്താണ് ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് നമ്മളിപ്പോഴേ എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. അത് തന്നെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും ഒന്നല്ല. കാരണം പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും ഒന്നാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് എന്ന് അതായത് നമ്മളത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ യെല്ലോ അലർട്ട്, റെഡ് അലർട്ട് ഒക്കെ മഴ വരുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പം മഴ ഇങ്ങനെ വീശിയടിക്കുന്ന മഴയുണ്ട്, കാറ്റുണ്ട്. അപ്പം നമുക്കറിയാം ഇന്ന ഏരിയയിൽ എന്ത് സംഭവിക്കാം, വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി അത് നടപ്പിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാം, അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാം, അവിടെയുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ഒഴിപ്പിക്കണം. ഇതാണ് പ്ലാനിങ്. ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് എന്ത്, പ്ലാനിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്താണ് വരുന്നത്, ഫോർകാസ്റ്റിംഗ് ആണ്. ഇത് സംഭവിക്കും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ദെൻ അതിനെതിരെയുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം കൂടി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അതൊരു പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതങ്ങനെയല്ല, ഇത് രണ്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതെന്താണെന്ന് നോക്കാം. സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ മോഡേൺ ബിസിനസ്, പ്രൊഡക്ഷൻ ഈസ് മെയ്ഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ്. Anticipating the demand for a product during a specific future period is called demand forecasting. എന്താണ്, നമുക്കറിയാം നമ്മുടെ മോഡേൺ ബിസിനസ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ നടത്തില്ലേ. ഇപ്പം ബാഗ്, ചെരുപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്തിയിട്ടല്ലേ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് നടത്തുമ്പോൾ നമ്മൾ എന്താണ്, ഇത്ര ഡിമാൻഡ് ഉണ്ടാവും. അതായത് ഇപ്പം സ്കൂൾ സീസൺ ആണ്, അല്ലെങ്കിൽ സ്കൂൾ ഓപ്പൺ ആവുന്ന സീസൺ ആണ്, സോ ബാഗിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ഇത്രയും ഡിമാൻഡ് നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ ഓഫ് ടൈം ആണ്, അല്ലെങ്കിൽ സ്കൂളുകളെല്ലാം തുറന്നു കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സ്കൂൾ ബാഗിനൊന്നും വലിയ മാർക്കറ്റൊന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും, ഇപ്പം നേരത്തെ ഉണ്ടാക്കിയ അത്രയും നമ്മൾ പ്രോഡക്ട്സ് എന്ത് ചെയ്യണ്ട, പ്രൊഡക്ഷൻ നടത്തണ്ട, അതിൻ്റെ ഒരു 4-1 പ്രൊഡക്ഷൻ മാത്രം നടത്തിയാൽ മതി. എങ്ങാനും വരുന്ന ഈ തെന്നിയും തെറിച്ചും വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം ചെയ്താൽ മതി ഇല്ലേ. അപ്പം നമ്മൾ എന്താണ് എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്താണ്, ഡിമാൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇന്ന ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി
ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡിലേക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാകും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം. എന്താണ് ഇപ്പം ഷോർട്ട് ടേം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഒരു വർഷത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ ഉടനെ ഓണം വരും. അപ്പോൾ ആ ഓണ സമയത്ത് എന്തായാലും ഡ്രസ്സുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തും ഓണ ടൈമിൽ. നമുക്കറിയാം ഈ ബൊട്ടീക്സ് ഒക്കെ എടുത്തു നോക്കിയാൽ ആ സമയത്ത് അവർ ഭയങ്കര കളക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, അവർ ആ ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടി ആ സമയത്ത് അവർക്ക് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രൊഡക്ഷൻ നടത്തുകയാണ്. അതൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. പക്ഷേ കാറ് കമ്പനിക്കാർ അടുത്ത വർഷത്തേക്ക് മാത്രമാണോ? ഇല്ല, കാറെന്ന് പറയുന്നത് എന്താണ്, ഒരു 5-6 കൊല്ലം എന്തായാലും അവർക്ക് ഈ ഒരു കാറ് എന്ന് പറയുന്നത് അത്രയും ടോപ്പിൽ തന്നെ നിൽക്കണം. കാരണം ഒരു കാറ് പ്രൊഡക്ഷൻ നടത്തി ഇറങ്ങിയാൽ അത് ഔട്ട് ഓഫ് ഫാഷൻ ആവുന്നതെന്ന് പറയുന്നത് തൊട്ടടുത്ത മാസം ഔട്ട് ഓഫ് ഫാഷൻ ആയാൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ? കാരണം ആരും ഇത് മേടിക്കത്തില്ല. സോ അവർ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു 5 വർഷത്തേക്ക് ഈ കാറ് ഡിമാൻഡിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എത്ര ഇത് നടത്തണം, പ്രൊഡക്ഷൻ നടത്തണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ്, അതായത് ഫ്യൂച്ചർ പീരീഡിലേക്ക് ഈ ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിൽ നമുക്ക് എന്തോരം ഡിമാൻഡ് ഉണ്ടാകും എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, demand forecasting may be defined as the process of making objective assessment of demand for the product during a future period in order to evolve an effective production plan for the period. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ്, ഒരു അസസ്മെന്റ് ഓഫ് ഡിമാൻഡ് ആണ് അല്ലേ. അസസ്മെന്റ് ഓഫ് ഡിമാൻഡ് ആണ്, ഒരു പ്രോഡക്റ്റിന്റെ അസസ്മെന്റ് ഓഫ് ഡിമാൻഡ് ആണ്, ഒരു ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഒരു അസസ്മെന്റ് ഓഫ് ഡിമാൻഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള അസസ്മെന്റ് ഓഫ് ഡിമാൻഡ് ചെയ്യുന്നത്? നമുക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്ലാൻ കൊണ്ടുവരാൻ അല്ലേ. നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തും അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടത്തണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 3 ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണുള്ളത്. മൈക്രോ ലെവൽ, ഇൻഡസ്ട്രി ലെവൽ, മാക്രോ ലെവൽ. ഇത് ഞാൻ ഇതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ 3 ലെവലും എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബാറ്റയുടെ ഷൂ, ഓക്കെ, ബാറ്റയുടെ ഷൂവിൻ്റെ ഡിമാൻഡ്, അതായത് ബാറ്റ എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ ഷൂസ്, ബാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഷൂസിനുള്ള ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഒരു സ്പെസിഫിക് ബ്രാൻഡ് എടുത്ത് പറയുന്നുണ്ട് ബാറ്റ. ഇനി അതല്ല, മുഴുവൻ ബാറ്റ എന്ന് പറയുന്ന ഒറ്റ കമ്പനികളുടെ അല്ല, ഷൂസിന്റെ മുഴുവനായിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് ബാറ്റ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ബ്രാൻഡിന്റെ അല്ല, ഒരുപാട് ഉണ്ട് അല്ലേ. ബാറ്റ ഉണ്ട്, വുഡ്ലാൻഡ് ഉണ്ട്, എന്താണ് കാൽവിൻ ക്ലെയിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകളുണ്ട്. ഇതിങ്ങനെ ഓരോ ബ്രാൻഡ് എടുക്കുകയല്ല, മുഴുവൻ നമ്മുടെ ഇൻഡസ്ട്രിയിലെ മുഴുവൻ ഷൂസുകളുടെയും ഡിമാൻഡ് എത്ര, ഇന്ന സ്പെസിഫിക് ബ്രാൻഡ് എന്നില്ല, ടോട്ടൽ നമ്മുടെ ഷൂസുകളുടെ മൊത്തത്തിലുള്ള ഡിമാൻഡ് എടുത്താൽ അതിനെ നമുക്ക് ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയാം. ഓക്കെ, ഇതൊരു സ്പെസിഫിക് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കമ്പനി, അതിനെയാണെങ്കിൽ എന്തെന്ന് പറയാം, മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇനി അങ്ങനെ ഒരു സ്പെസിഫിക് കമ്പനിയോ ബ്രാൻഡോ ഒന്നും അല്ലാതെ നമ്മൾ മുഴുവൻ ആ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിന്റെ മുഴുവൻ എന്തെടുക്കുകയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡസ്ട്രി ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വിളിക്കും. ദെൻ ഒരെണ്ണം കൂടിയുണ്ട് മാക്രോ ലെവൽ. മാക്രോ ലെവൽ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിന്റെ ഒന്നും അല്ല. ഷൂസ് ആവാം, ഷർട്ട് ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, ഫർണിച്ചറുകളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു എക്കോണമിയിലുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും കൂടി ടോട്ടൽ ഡിമാൻഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. നമുക്കറിയാം മാക്രോ എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ് അർത്ഥം അല്ലേ, ഓൾ എല്ലാം ഉൾപ്പെടുന്നതാണ്. സോ മാക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് എന്നല്ല, നമ്മുടെ ഒരു എക്കോണമിയിലുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും കൂടി ടോട്ടൽ ഡിമാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 ഉണ്ട്. ഏതൊക്കെയാണ്? മൈക്രോ, ഇൻഡസ്ട്രി
ആൻഡ് മാക്രോ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കോൺസെപ്റ്റ് തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നത്. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് വെച്ച് ഒരു സ്പെസിഫിക് ബ്രാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പെസിഫിക് കമ്പനി അല്ലേ, ആ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഷൂസ് എന്ന് പറയുന്ന പല കമ്പനീസും ഇറക്കും, വുഡ്ലാൻഡ്, കാൽവിൻ ക്ലെയിൻ, ബാറ്റ എല്ലാവരും ഇറക്കും. അത് എല്ലാവരുടെയും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താവും, ഇൻഡസ്ട്രി ആവും. നമ്മൾ ബാറ്റ എന്ന് പറയുന്ന സ്പെസിഫിക് ബ്രാൻഡിന്റെ ഷൂസിന് എന്തോരം ഡിമാൻഡ് ഉണ്ടെന്ന് നോക്കിയാൽ അത് മൈക്രോ ലെവൽ. ഇനി അങ്ങനെ സ്പെസിഫിക് ബ്രാൻഡ് നോക്കാതെ നമുക്ക് ടോട്ടൽ ഷൂസിന്റെ ഡിമാൻഡ് എത്രയുണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇൻഡസ്ട്രി ലെവൽ. അതായത് ഷൂ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഡിമാൻഡാണ് നമ്മൾ നോക്കുന്നത്. സോ അത് ഇൻഡസ്ട്രി ലെവൽ. ദെൻ ഷൂസ് എന്നല്ല, എല്ലാ പ്രോഡക്റ്റിൻ്റെയും, ഷൂസ് എന്ന് മാത്രമല്ല, ഷൂസ് ആവാം, എന്തും ആവാം, ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും കൂടി ടോട്ടൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെ മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലേ, ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് 3 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ എക്സാമ്പിൾ വെച്ച് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലെവലും എന്താണെന്നുള്ളതിൻ്റെ തിയറട്ടിക്കലിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്താണ് മൈക്രോ അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രി, എന്താണ് മാക്രോ എന്നുള്ളത്. ഇനി ഇത് വായിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതങ്ങ് ക്ലിയർ ആവും. സോ മൈക്രോ ലെവൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എത്ര ലെവൽ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൻ്റെ ലെവൽസ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 ലെവൽസ് ആണുള്ളത്. ഓക്കെ, 3 ലെവൽസ് ഓഫ്, അങ്ങനെ തന്നെ പഠിക്കുക, 3 ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ലെവൽ ആണ്. ഓക്കെ, മൈക്രോ ലെവൽ എന്താ മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ബൈ ദ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. എന്താണ് ഇതെന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ബാറ്റ, അതൊരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം ആണ്. ഒരു ബാറ്റ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബിസിനസ് ആണ്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം അവരുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ, ഇപ്പൊ ബാറ്റ ആണെങ്കിൽ ബാറ്റയുടെ ഷൂസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം അവരുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ ആണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ആരാ ഈ മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്, ബൈ ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. അവരുടെ ആ ഒരു ബിസിനസ് ഫേമിന്റെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് മൈക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഇൻഡസ്ട്രി ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ. എന്താണ്? ആ ഒരു മുഴുവൻ ഇൻഡസ്ട്രിയുടെയും ഡിമാൻഡ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രി ലെവൽ. അതിപ്പോൾ ഷൂസ് ആണെങ്കിൽ ഷൂസ് ഇൻഡസ്ട്രി, ബാഗ് ആണെങ്കിൽ ബാഗ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സിമെന്റ് ആണെങ്കിൽ സിമെന്റ് ഇൻഡസ്ട്രി. ഇപ്പൊ നമുക്കറിയാം ഓരോ ബ്രാൻഡ് വെച്ചിട്ടില്ല. ഇപ്പൊ സിമെന്റ് ആണെങ്കിൽ രാംകോ ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ സിമെന്റ് കമ്പനികളുണ്ട്. ആ ഒരു മുഴുവൻ, അതായത് ഇന്ന ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ്, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഷൂസിന്റെ കാര്യമാണെങ്കിൽ തന്നെയും ബാറ്റയുടെ മാത്രമല്ല, ബാറ്റയും വുഡ്ലാൻഡും കാൽവിൻ ക്ലെയിനും എല്ലാ ഷൂസും എല്ലാ ബ്രാൻഡും എടുത്തിട്ട് ആ മുഴുവൻ നമ്മുടെ നേഷനിലുള്ള മുഴുവൻ ഷൂസിന്റെയും ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ആ ഷൂ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് നോക്കുന്നത് പോലെയാണ് അല്ലേ? സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രി ലെവൽ. അതിപ്പോ എന്തുമാവാം, ഷൂസ് ആവാം, ബാഗ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആവാം, എന്താണെങ്കിലും ആസ് എ ഹോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഇൻഡസ്ട്രിയുടെ മുഴുവൻ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നത്. മിക്കവാറും ഈ ഇൻഡസ്ട്രി ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ഫോർ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ബൈ ദ ഇൻഡസ്ട്രിയൽ ഓർ ട്രേഡ് അസോസിയേഷൻ. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഡിമാൻഡ് ആസ് എ ഹോൾ. എന്താണ്? മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് അനലൈസിംഗ് ആണ് എന്തിൽ നടക്കുന്നത്, ഇൻഡസ്ട്രി ലെവലിൽ നടക്കുന്നത്.
ദെൻ നെക്സ്റ്റ് ലെവലാണ് എന്ത്, മൂന്നാമത്തെ ലെവൽ അല്ലേ, എന്താണ്, മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പൊ മറ്റേത് രണ്ടും പറഞ്ഞു. ഇതെന്താണ്, നമ്മുടെ മുഴുവൻ നമ്മുടെ ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ ആ നേഷൻ മൊത്തത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും, അതായത് ഷൂസ്, ബാഗ്, എല്ലാം എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ മുഴുവൻ നമ്മുടെ നേഷനിൽ പ്രൊഡക്ഷൻ നടത്തുന്ന മുഴുവൻ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിൻ്റെയും ഡിമാൻഡ് നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ, ഇന്ന ഇൻഡസ്ട്രി എന്നൊന്നും പറയുന്നില്ല, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. അതായത് നമ്മുടെ നേഷനിൽ എന്തൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ടോ ആ മുഴുവൻ ഇൻഡസ്ട്രിയുടെയും അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഓക്കെ, by the nation as a whole. It is based on the national income or aggregate expenditure of the country. With the growth of national income, consumption expenditure increases. As such, overall demand for goods and services in general may tend to rise. ഇതൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പം നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും. ഇത് നാഷണലിലുള്ള മുഴുവൻ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, ഉണ്ട്. കാരണം നമ്മുടെ നാഷണൽ ഇൻകം കൂടുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ കൂടും. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ, ആളുകളുടെ എക്സ്പെൻഡിച്ചർ കൂടുന്ന സമയത്ത് നമുക്കറിയാം അവർ എങ്ങനെയായിരിക്കും എക്സ്പെൻഡിച്ചർ കൂടുന്നത്, അവർ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ മേടിക്കാൻ തയ്യാറാവും അല്ലേ. കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ നമുക്കറിയാം ഓണസമയം ആവുമ്പോൾ ഇല്ലേ, ഓണസമയം ആവുമ്പോൾ എല്ലാവരുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരുപാട് ക്യാഷ് ഉണ്ടാവും. കാരണം എന്താണ്, അഡ്വാൻസ്, ഫെസ്റ്റിവൽ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എക്കോണമിയിൽ കാശ് ഒരുപാടുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഇപ്പം എല്ലാവരും അവർക്ക് എക്സ്പെൻഡിച്ചർ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. അപ്പം ഒരു സാധനം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവർ വന്ന് അങ്ങ് വാങ്ങിച്ചോളും, കാരണം കാശില്ലാതിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ മനസ്സിലാക്കി എപ്പോഴാണ് കസ്റ്റമറിൻ്റെ എക്സ്പെൻഡിച്ചർ ആ ഒരു ടെൻഡൻസി കൂടുന്നതെന്ന് മനസ്സിലാക്കാനും ആ സമയത്ത് കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാനും ഒക്കെ ഈ ഒരു മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ന പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഓണ സമയത്ത് കസ്റ്റമർ ഇന്ന പ്രോഡക്റ്റാണ് കൂടുതൽ മേടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഹോൾ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവും അല്ലേ. ചിലപ്പോൾ നല്ല ഡ്രസ്സുകൾ മേടിക്കുന്നുണ്ടാവും, ചെരുപ്പുകൾ മേടിക്കുന്നുണ്ടാവും, പുതിയ ഫർണിച്ചർ മേടിക്കുന്ന ആൾക്കാരുണ്ട്, പാത്രങ്ങൾ മേടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ല. അപ്പം ഹോൾ ഡിമാൻഡ് കൂടുന്ന ഒരു ടൈമൊക്കെ വരും. അതായത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടി വരുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്ക് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും എന്താവശ്യമായിരിക്കും, ഡിമാൻഡ് ആവശ്യമായിരിക്കും. അപ്പം നമുക്ക് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും എന്ത് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ 3 ലെവൽ ഓക്കെ ആണല്ലോ, മൈക്രോ, ഇൻഡസ്ട്രി ആൻഡ് മാക്രോ ലെവൽ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്, പർപ്പസ്, ഒബ്ജക്റ്റീവ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്തിനാണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്, എന്ത് ആവശ്യമുണ്ട് ഇതിങ്ങനെ നടത്തേണ്ടത്? ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത്ര ഡിമാൻഡ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, പ്രൊഡക്ഷൻ നടത്താൻ അല്ലേ, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ. ഡിമാൻഡ് അറിയാതെ നമ്മൾ എങ്ങനെ പ്രൊഡക്ഷൻ നടത്തും? നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ അത് വാങ്ങിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിലല്ലേ അത്രയും പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ പറ്റൂ. അല്ലാതെ ഒരു ധാരണയില്ലാതെ ഒരു 1000 പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി ഇറക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയൊക്കെ ചിലപ്പോൾ അത് ആരും മേടിക്കത്തില്ല. അപ്പം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ അത് വെച്ചിട്ടോ എന്താണെങ്കിലും, കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കിയപ്പോൾ ചിലപ്പോൾ 500 പ്രോഡക്റ്റാണ് വിറ്റുപോയത്. അതിനകത്തൊന്നും കൂടി ഒരു 100-200 കൂടി അഡീഷണൽ, കാരണം കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഒക്കെ, റിവ്യൂസ് ഒക്കെ നല്ലതായിരുന്നു. സോ അഡീഷണൽ ഒരു 200 എണ്ണം കൂടെ ആൾക്കാർ മേടിക്കുക, 200 കസ്റ്റമേഴ്സും കൂടി ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം 500 ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് 700 പ്രൊഡക്ഷൻ നടത്താം. ഓക്കെ, അപ്പം അങ്ങനെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. നമ്മൾ അറിയണം നമ്മുടെ കസ്റ്റമറിന്റെ ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് എന്ത് നടത്താൻ പറ്റൂ, പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസോ നീഡോ ഒബ്ജക്റ്റീവോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, പ്രൊഡക്ഷൻ പ്ലാനിങ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ പ്രൊഡക്ഷൻ പ്ലാനിങ് ഓഫ് എ ബിസിനസ് ഫേം.
expansion of output of the firm should be based on the estimates of likely demand. If production planning is improper, there may be overproduction and consequent losses may have to be faced. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഒരു ബിസിനസിന്റെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? കാരണം ഒരു ഫേം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നല്ല സെയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടായി, അപ്പോൾ നമ്മുടെ ഫേം കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റും കൂടി തുറക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് നമുക്ക് കുറച്ചും കൂടി ഇതാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യണം, ഇത്രയും പോരാ, കുറച്ച് നേരത്തെ നമുക്ക് തുടങ്ങണം എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്തറിയണം, നമ്മൾ ഡിമാൻഡ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തോരം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? സോ അതിന് ഇനി അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഓവർ പ്രൊഡക്ഷൻ ആയി പോവും അല്ലേ? അണ്ടർ പ്രൊഡക്ഷൻ ആണെങ്കിലും ഓവർ പ്രൊഡക്ഷൻ ആണെങ്കിലും എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അണ്ടർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ആരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്ത് ചെയ്യും, കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഭം കിട്ടിയേനെ. ഓവർ പ്രൊഡക്ഷൻ ആണെങ്കിലും ആരും മേടിക്കത്തില്ല, ആവശ്യക്കാർ മാത്രം മേടിക്കും, പിന്നെയും കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും, സ്റ്റോക്കായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ലോസും ചെലവുകളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനാണ്. ഓക്കെ, രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. എന്താണ്, പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തും സെയിൽ ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് നമുക്കറിയാം നമുക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതവിടെ ചുമ്മാ വെച്ചോണ്ടിരുന്നാൽ മതിയോ? പോരാ, ഇതെന്ത് ചെയ്യണം, സെയിൽ നടത്തണം. നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് എവിടെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ നിന്നാണ്. ചിലപ്പോൾ കിഡ്സിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വിമന്റെ ഭാഗത്തു നിന്നായിരിക്കും. സോ അവർ കുറച്ചും കൂടി നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒന്നും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ എഫേർട്സ് നമ്മൾ എടുക്കണം ഇല്ലേ? കാരണം സ്ത്രീകളിലേക്ക് ഈ പ്രോഡക്റ്റ് ഞങ്ങളത് ഈ വർഷം ഇന്ന ഒരു അഡീഷണൽ കാര്യവും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് വഴി അറിയിക്കാം. പക്ഷെ അവരെ സ്ത്രീകളെ അറിയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ വായിക്കുന്ന മാഗസീൻസ്, സ്ത്രീകൾ കൂടുതൽ കാണുന്ന ചാനൽസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടായിരിക്കണം ആഡുകളും ബാനറും ഒക്കെ കൊടുക്കാൻ. ഇനി പുരുഷന്മാരുടെ ആണെങ്കിൽ അവർ കൂടുതലും വാർത്ത, ന്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ നമുക്ക് ഇത്ര സെയിൽ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ നമുക്ക് ഇത്ര സെയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെയിൽ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ എന്തും കൂടി കൊടുക്കുക, കുറച്ച് പ്രൊമോഷണൽ എഫേർട്ടും കൂടി കൊടുക്കണമെങ്കിൽ നമുക്ക് അറിയണം ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. നമുക്ക് ഒരു ഡിമാൻഡും ഇല്ലാത്തൊരു മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ചുമ്മാ പ്രൊമോഷൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഡിമാൻഡ് ഉള്ളിടത്ത് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, പ്രൊമോഷൻ കൊടുക്കാൻ. അപ്പൊ എന്താണ്, സെയിൽ ഫോർകാസ്റ്റിങ്ങിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. അതായത് ഡിമാൻഡ് നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് ഇത്രയും ഡിമാൻഡ് ഉള്ളത്, സോ ഇവിടെ ആയിരിക്കും നമുക്ക് സെയിലും കൂടുതൽ, സോ ഇവിടെ ആയിരിക്കണം നമുക്ക് പ്രൊമോഷൻ കൂടുതൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. പ്രൊമോഷണൽ എഫേർട്സ് ഓഫ് ദ ഫേം ഷുഡ് ബി ബേസ്ഡ് ഓൺ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. എന്താണ്, ഒരു ഫേമിന്റെ പ്രൊമോഷണൽ എഫേർട്ട്, എന്തൊക്കെ പ്രൊമോഷൻ കൊടുക്കണം, ആരിലേക്കാണ് പ്രൊമോഷൻ കൊടുത്ത് എത്തിക്കേണ്ടത്, എല്ലാം ഈ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത് അല്ലേ? ദെൻ കൺട്രോൾ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ കൺട്രോളിന് എന്താവശ്യമാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. കാരണം എന്താണ്, ബിസിനസിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ബിസിനസ് കൺട്രോളിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ചെലവുകൾ കൺട്രോളിലായിരിക്കുക, അത്യാവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ബിസിനസ് കൺട്രോളിലായിരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ചെലവ് മാത്രമേ ഉള്ളൂ, ചെലവും നഷ്ടവും,
ഇത് രണ്ടും ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബിസിനസ് കൺട്രോൾഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് കൺട്രോൾഡ് ആണെന്ന് പറയണമെങ്കിൽ ബിസിനസിന്റെ ചെലവുകൾ എന്തായിരിക്കണം? മിനിമൈസ്ഡ് ചെലവുകളായിരിക്കണം ആൻഡ് പ്രോഫിറ്റും ഉണ്ടായിരിക്കണം. സോ അങ്ങനെ ബിസിനസിന്റെ ചെലവുകൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഡിമാൻഡ് എസ്റ്റിമേഷൻ ചെയ്യണം, അല്ലേ? അല്ലാതെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ചെയ്യാതെ ഓവർ പ്രൊഡക്ഷൻ നടത്തി കോസ്റ്റും കൂട്ടി നഷ്ടവും വരുത്തി വെച്ചിട്ട് അവസാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ടെങ്കിലേ ബിസിനസിന്റെ കൺട്രോൾ കയ്യിൽ നിൽക്കത്തുള്ളൂ. കാരണം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന് ഇത്രയാണ് ഡിമാൻഡ്. സോ നമ്മൾ ഇത്ര അധികം ഒന്നും പ്രൊഡക്ഷൻ നടത്തണ്ട, ഇത്ര പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. അപ്പൊ അതിനുള്ള ചെലവുകൾ നോക്കിയാൽ മതി. ഇത്രയും പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എവിടെയാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി അവിടെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെയിൽ നടന്നോളും, പ്രോഫിറ്റും കിട്ടിക്കോളും. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമ്മുടെ കൺട്രോളിലിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. എന്ത്? കൺട്രോൾ ഓഫ് ബിസിനസ്. ഫോർ കൺട്രോളിംഗ് ദ ബിസിനസ് ഓൺ എ സൗണ്ട് ഫൂട്ടിംഗ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് എ വെൽ കൺസീവ്ഡ് ബഡ്ജറ്റിംഗ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. ബിസിനസ് കൺട്രോൾഡ് ആവണമെങ്കിൽ എന്ത് വേണം? നല്ല ഒരു ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. കോസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും, അതായത് ചെലവിൻ്റെയും വരുമാനത്തിൻ്റെയും ഒരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ് നമുക്ക് ആവശ്യം. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം കൺട്രോൾഡ് ആയിരിക്കണം. അത് കൺട്രോൾഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? കൺട്രോൾ ഓഫ് ബിസിനസ്. Then capital investment decisions. എന്താണ്? ക്യാപിറ്റൽ. നാലാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എന്താണ്? നമ്മളൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യും? ചുമ്മാ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യോ? നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചെന്ത് കിട്ടും? ഇതല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന 1 ലക്ഷം രൂപ. ഇത് നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൽ കൊണ്ടിടാണെന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ FD ഇടാം. 1 ലക്ഷം രൂപ എന്ത് ചെയ്യാം? FD ഇടാം. 100 വട്ടം ആലോചിക്കുമല്ലേ ഏത് ബാങ്ക് ഇടണമെന്ന്? ഏത് ബാങ്കിലാണ് പലിശ കൂടുതൽ, അല്ലേ? ഇത് നോക്കിയിട്ടേ നമ്മൾ ഇടത്തുള്ളൂ. ആദ്യം സേഫ് ആയിട്ടുള്ള കുറച്ച് ബാങ്കുകളുടെ ലിസ്റ്റ് എടുത്ത് വെക്കും. അതിനുശേഷം എന്താണ്? ഈ ബാങ്കുകളിൽ പലിശ കൂടുതലുള്ള ബാങ്ക് ഏതാണ്, അതായത് നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്ന ബാങ്ക് ഏതാണ്, അവിടെ ആയിരിക്കും നമ്മൾ കൊണ്ടുവന്ന് FD ഇടുക. സോ അത് തന്നെയാണ് ബിസിനസിന്റെയും കാര്യത്തിൽ. ബിസിനസ്സിലൊരു ഡിസിഷൻ, അതായത് നമ്മുടെ ക്യാപിറ്റൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്താണ്? അതിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? നമുക്ക് അതിനകത്ത് നിന്ന് എന്തോരം റിട്ടേൺ കിട്ടും, ഞാൻ ഇവിടെ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തോരം റിട്ടേൺ കിട്ടും എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. സോ അങ്ങനെ നമുക്ക് എന്തോരം റിട്ടേൺ കിട്ടുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ മേളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? ആ പ്രോഡക്റ്റിന്റെ മേളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് എന്തോരം റിട്ടേൺ കിട്ടും, പ്രോഫിറ്റ്, ഈ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പ്രോഫിറ്റ് കിട്ടും എന്നറിയണമെങ്കിൽ ഇത് പ്രൊഡക്ഷൻ നടത്തിയ ആളുകളിലേക്ക് എത്തിച്ച് വിറ്റ് വരുന്നവരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്താലേ പ്രൊഡക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ ഇത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം, അല്ലേ? പല മെത്തേഡ്സ് ഉണ്ട്, മെത്തേഡ്സ് നമ്മൾ ഇനി പഠിക്കാം. അപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭാവിയിൽ, അതായത് വരുന്ന ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ഭാവിയിലുള്ള ഈ പ്രോഡക്റ്റിന്റെ ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ഇപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ പണം കൊയ്യാം, അല്ലെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും എന്ന് ഉള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും എന്ത് ചെയ്യണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം. അല്ലാതെ അത് നടത്താതെ അറിയാൻ വയ്യ, ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ കിട്ടത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് കാശ് കൊണ്ടുവന്ന് ആരെങ്കിലും ഇടുവോ? ഇല്ല. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തി ഈ പ്രോഡക്റ്റിന്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ തന്നെ ഈ 4 വരി പാത നാലുവരിപ്പാതയുടെ ഇത് വന്നപ്പോൾ കുറേ വീടുകളൊക്കെ പൊളിച്ചോണ്ട് പോയി. അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, എന്താണ് ഇങ്ങനെ ബൈപ്പാസിന്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്ഥലം മേടിച്ചിട്ടിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും കാശുണ്ടാക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ടവരുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ ഒരു മോള് വരും, അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ ഒരു പാലം വരും, ഇവിടെ മെട്രോ സ്റ്റേഷൻ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്
അതിന്റെ തൊട്ടടുത്ത് കാലങ്ങൾക്ക് മുമ്പേ വസ്തുക്കൾ വാങ്ങിച്ചിട്ട ആൾക്കാരുണ്ട്. കാരണം എന്താണ്, ഇപ്പൊ ഇത് ആ സമയത്ത് ഇത് മറിച്ച് വിട്ടാൽ എന്ത് കിട്ടും, നമുക്ക് നല്ല റിട്ടേൺ കിട്ടും എന്നുദ്ദേശിച്ച് വാങ്ങിച്ച് ഇടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്, ഭാവിയിൽ ഇതിന്റെ ഡിമാൻഡ് നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസിന്റെ കേസിലും. ഭാവിയിൽ ഈ ഒരു പ്രോഡക്റ്റിന് എന്തോരം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു പ്രോഡക്റ്റിന്റെ ഫ്യൂച്ചർ ഡിമാൻഡിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ? സോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പൊ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ മറ്റൊരു യൂസ് എന്താണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. The decision is influenced by expected rate of return on investment with the present rate of ഇൻട്രസ്റ്റ്. എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം വെച്ച് ഭാവിയിൽ ഇതിന് കിട്ടിയേക്കാവുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത്, അല്ലേ? ഇഫ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ദ പ്രസന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കൺസിഡേർഡ് പ്രോഫിറ്റബിൾ. നമ്മൾ ഇപ്പം എന്തോരം പലിശയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എന്തോരം ഇതുണ്ട്, ലാഭം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഭാവിയിൽ ഇതിനേക്കാളും നമ്മളിപ്പം കണക്കാക്കിയ ഈ എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, കൂടുതൽ പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണെങ്കിലും എന്ത് വേണം, ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്, അതിനുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എന്താണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് നടത്തിയിരിക്കണം. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്, ഓക്കെ? അന്നേരം നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണോ വേണ്ടേ? വേണം. പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഈ ഇറക്കുന്ന പ്രോഡക്റ്റിന് ഇവിടെ ആവശ്യക്കാരുണ്ടോ? അതായത് ഈ സാധനം ഇവിടോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ ആൾക്കാർ കാണുമോ? ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യകത ഇപ്പം ഇവിടെ ഉണ്ടോ? ഈ എക്കോണമിയിൽ ഇപ്പം നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിന്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കത്തുള്ളൂ. അല്ല, നമ്മളത് നോക്കുകയാണ്, ഈ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യകത ഇതിപ്പോൾ ആർക്കും അത്ര അത്യാവശ്യമുള്ള സാധനമൊന്നും ആണെന്ന് തോന്നുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് നഷ്ടം സംഭവിക്കുമെന്നുള്ളതല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുക. ഈ സാധനത്തിന് ഇവിടെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? ഇതിപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ആവശ്യക്കാരുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം ഇവിടെ ഇപ്പോൾ ഉണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ. എന്താണ്, ഇപ്പം നമ്മൾ അങ്ങനെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാണ്, നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ആ പുതിയ പ്രോഡക്റ്റിന് എന്തോരം ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ അത്യാവശ്യം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബെനഫിഷ്യൽ ആണ്. കാരണം ഇപ്പം എക്കോണമിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ അതങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഇതങ്ങ് മേടിച്ചുകൊണ്ട് പൊക്കോളും. കോവിഡ് ടൈം ആയപ്പോഴത്തേക്കായിരുന്നു സാനിറ്റൈസറിന്റെ ഒരു സമയമായപ്പോൾ എവിടെയും മാസ്കും സാനിറ്റൈസറും ഇല്ലല്ലേ, അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിന്റെ ഡിമാൻഡ് അങ്ങോട്ട് കൂടി. ഇപ്പം നമ്മൾ അതുവരെയും ഈ ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് പലർക്കും അറിയില്ലായിരുന്നു, അല്ലേ? പിന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ഡിമാൻഡ് ഇപ്പം ഇറക്കി വിട്ടാൽ ഇത് വിറ്റ് പോവും. അതുപോലെ പല പുതിയ പ്രോഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്പ്രേ സാനിറ്റൈസർ വന്നു, പുതിയതായിരുന്നു അത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് കഴുകുന്ന സാധനങ്ങൾ, അതായത് പച്ചക്കറിയിലും ഒക്കെ കൊറോണ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് കോവിഡിന്റെ വൈറസ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് പച്ചക്കറി കഴുകാനുള്ള സെപ്പറേറ്റ് സാധനം വന്നു. അങ്ങനെ പല ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനം വന്നു. കാരണം എല്ലാവർക്കും പേടിയായിരുന്നു, അല്ലേ? പച്ചക്കറി ഒന്നും ഇതേ കണക്ക് കൊണ്ടുവരുന്നതല്ലേ, പല ആൾക്കാർ ടച്ച് ചെയ്യുന്നതല്ലേ, അപ്പോൾ വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ ഉപ്പിട്ട് കഴുകുക ശരിയാവുമോ, ഇതൊക്കെയാണ്. അപ്പം എന്ത് ചെയ്തു അവർ, ഇങ്ങനെ ഒരു സാധനം ഇപ്പം ഇറക്കി കൊടുത്താൽ ആൾക്കാരത് മേടിച്ചിട്ടു. അപ്പം എന്ത് ചെയ്തു, പച്ചക്കറി കഴുകാനുള്ള സാനിറ്റൈസർ പോലുള്ള ബോട്ടിൽ പോലുള്ള ഒരു സാധനത്തിനകത്തൊരു ലിക്വിഡ് ഇറക്കി. ആൾക്കാർ എന്ത് ചെയ്തു, മേടിച്ചുകൊണ്ട്. കാരണം എന്താണ്, അവിടെ അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബെനഫിഷ്യൽ ആണ്.
അപ്പൊ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും എന്താവശ്യമാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. അപ്പൊ അതാണ് അടുത്ത യൂസ്. എന്ത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. Introduction of a new product to the market by existing firm depends on the forecasted demand for the product. എന്നാണ് ഒരു നിലവിലുള്ള ഒരു ഫേം ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ആ പ്രോഡക്റ്റിന്റെ ഫോർകാസ്റ്റ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇഫ് ദ ഫോർകാസ്റ്റ് ഡിമാൻഡ് ഈസ് സഫീഷ്യൻ്റ്ലി ലാർജ്, എന്താണ് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്താണ്? ഇഫ് ദ ഫോർകാസ്റ്റ് ഡിമാൻഡ് ഈസ് സഫീഷ്യൻ്റ്ലി ലാർജ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി അഡ്വാൻറ്റേജസ് ടു ദ ഫേം. അപ്പൊ അടുത്തൊരു യൂസ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. നെക്സ്റ്റ് ആണ് എന്താ? ഇൻവെന്ററി കൺട്രോൾ. നമുക്കറിയാം എന്ത് ബിസിനസ് ആണെങ്കിലും അവിടെ എന്തുണ്ടാവും? ഇൻവെന്ററീസ് ഉണ്ടാവും അല്ലേ? റോ മെറ്റീരിയൽ ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ഗുഡ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ്, അതായത് പ്രൊഡക്ഷൻ നടത്തി പകുതി വഴിക്കിരിക്കുക, മുഴുവൻ പ്രൊഡക്ഷനും കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി പ്രോസസ്സ് ബാക്കിയുണ്ട്, അങ്ങനെയുള്ള സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാവും, ദെൻ ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയുള്ള ഇൻവെൻട്രീസ്, അതായത് ഇപ്പം ചിലപ്പോൾ കുറച്ച് സ്പെയർ പാർട്സ്, നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഒരു കാര്യം എടുക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഭാവിയിൽ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയും പ്രോഡക്റ്റ് ഇപ്പം ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സ്പെയർ പാർട്സും കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇറക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇപ്പോൾ ഷോർട്ടേജ് ആവും. ഈ സാധനം ഇപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങും, ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ഇതിപ്പോൾ ആൾക്കാർ മേടിച്ചിട്ട് പോകും, പിന്നെ ഇപ്പം തന്നെ അടുത്ത പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും. സോ റോ മെറ്റീരിയൽസ് ഇല്ല, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇത്ര ഇരിപ്പുണ്ട്, സോ ഇത്ര റോ മെറ്റീരിയലും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് അങ്ങോട്ട് കഴിച്ച് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിലേക്ക് ഇറക്കാം. ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് ഇന്ന കാര്യങ്ങളുള്ള സ്പെയർ പാർട്സിനൊക്കെ ഡിമാൻഡ് വരും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഇൻവെൻട്രീസ് ഈ പറയുന്ന നമ്മുടെ സ്റ്റോക്കിന്റെ കൺട്രോളിങ്ങിന്, അതായത് എന്ത് കൂടുതൽ കരുതണം, എന്ത് കുറവ് മതി, എന്ത് തീരാറായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് അതിനനുസരിച്ച് ആ ഇൻവെൻട്രി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരണമെങ്കിൽ അതിനും നമുക്ക് എന്ത് വേണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വേണം. കാരണം ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിലും പറയുന്ന സ്പെയർ പാർട്സ് ആണെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എത്രയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള ഇൻവെൻട്രീസിന്റെ ഒക്കെ റിക്വയർമെന്റ്സ് എത്ര, ഇത് എത്രയൊക്കെ സ്റ്റോക്ക് ചെയ്യണം, ഇത് എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഭാവിയിൽ ഇത് എന്തുവാണ്, ഈ പ്രോഡക്റ്റിന് ഇനി എന്തോരം ആളുകൾ മേടിക്കുമെന്നും അറിയത്തില്ല, അതോ ഇതിന് ഇവിടെ ഇരുന്ന് പോകുമെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചോണ്ടിരുന്ന അതിനനുസരിച്ച് ഇത് വിൽക്കുകയോ മേടിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെയാണോ ഇതിന്റെ റോ മെറ്റീരിയൽ എടുത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സ്പെയർ പാർട്സ് മേടിക്കുന്നത്? അതൊന്നും വേണ്ട എന്ന് കരുതി നമ്മൾ ഇരിക്കുള്ളൂ. അത് നമുക്ക് എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും അല്ലേ? സോ ഇൻവെന്ററി കൺട്രോളിനും എന്താവശ്യമാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. സോ എന്താണ്? എ സാറ്റിസ്ഫാക്ടറി കൺട്രോൾ ഓഫ് ബിസിനസ് ഇൻവെന്ററി സച്ച് ആസ് റോ മെറ്റീരിയൽസ്, intermediate goods, semi-finished goods, finished goods, spare parts, etc. requires satisfactory estimates of the future requirements which can be traced through demand forecasting. ഈ പറയുന്ന എന്താണ്? ബിസിനസിന്റെ ഇൻവെന്ററീസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്പെയർ പാർട്സ്, ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോള് നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയതിന് ശേഷം ഇതിൻ്റെയൊക്കെ റിക്വയർമെന്റ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യാനും അനാവശ്യത്തിന് വാങ്ങിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ഇൻവെന്ററി കൺട്രോളിനും നമുക്ക് എന്താവശ്യമാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. ദെൻ ഗ്രോത്ത് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്. എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ
അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ വട്ടം സെയിൽ നടന്നു, അതിനേക്കാൾ ഇത്രയും സെയിൽ ഈ വട്ടം നടന്നു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എന്തോരം നടത്തും, നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം എന്താണ് ഫേം നല്ല ഗ്രോത്ത് റേറ്റിലാണെന്ന് നമുക്ക് അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഡക്റ്റിന് മേളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, അതായത് ഇത് കുറേ നാളത്തേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ കുറേ അധികം നാളിലേക്ക് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ നടത്താതെ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഫ്രെയിം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ എത്ര നാളത്തേക്ക് ഇതിന് ഡിമാൻഡ് ഉണ്ട്, എത്ര നാൾ വരെ ഇത് കുഴപ്പമില്ലാതെ ഓടും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫേമിന്റെ ഗ്രോത്ത് റേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ലോങ് ടേം പ്രോഗ്രാംസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റൂ. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം അല്ലേ. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് നെസസറി ഫോർ ഡിറ്റർമിനിങ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, എന്താണ് ഫേമിന്റെ ഗ്രോത്ത് റേറ്റ് അറിയാനും അതിനുശേഷം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടത്താനും ഒക്കെ എന്ത് വേണം, നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തിയാലേ സാധിക്കത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് അടുത്ത ഒരു യൂസ് എന്താണ്, നമ്മുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് അടുത്തൊരു ഉപയോഗമാണ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ക്യാൻ ബി മെയ്ഡ് എഫക്റ്റീവ് ബൈ ദ മാനേജ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫോർകാസ്റ്റിംഗ് ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പോഴേ നമ്മൾ ഓണ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ചില ടെക്സ്റ്റൈൽസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ സ്റ്റാഫിനെ അവിടെ കാണാൻ പറ്റും അല്ലേ. എന്താണ് അവിടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതായത് ആ സമയത്തേക്ക് മാത്രം അവരെന്ത് ചെയ്യും, കുറച്ച് ആളുകളെ ആ ഒരു മാസത്തേക്ക് ഓണം സീസൺ വരെ ദിവസക്കൂലിക്ക് അവർ കുറച്ച് ആളുകളെ എടുക്കും. എന്തിനാണ്, ഇവിടെ ഇപ്പൊ കസ്റ്റമേഴ്സ് കൂടുതൽ, അവരെന്ത് ചെയ്തു, ആ ഡിമാൻഡ് ഫോക്കസ് ചെയ്തു അല്ലേ, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തു അല്ലേ. എന്ത്, ഓണം ടൈമാണ്, അപ്പോൾ ഈ ഒരു ദിവസം മുതൽ ഈ ഒരു ദിവസം വരെ നല്ല തിരക്കുണ്ടാവും, ഇപ്പോൾ ഉള്ള സ്റ്റാഫുകളെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആളുകളെ എല്ലാവരെയും, കസ്റ്റമേഴ്സിനെ എല്ലാവരുടെയും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാഫ് ആവശ്യമാണ്. സോ ഈ ഒരു മാസത്തേക്ക് നമുക്ക് അഡീഷണൽ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞ ഒരു പരസ്യം കൊടുത്ത് പുതിയ ആളെ എടുത്ത് ദിവസക്കൂലിക്ക് ആളെയൊക്കെ നിർത്തുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, നമ്മൾ ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ഡിമാൻഡ് ഒന്നും ഫോർകാസ്റ്റ് ചെയ്യാതെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആളുകൾ കടയിൽ കയറി വരും, അവർ സ്റ്റാഫൊന്നും ഇല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോവും ഇല്ലേ. കാരണം എന്താണ്, ആളുകളുടെ മീറ്റ്, അവർക്ക് കുറെ ആവശ്യങ്ങളുണ്ടല്ലോ, അതവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് കാണുമ്പോൾ വേറെയും ബിസിനസ്സുകളുണ്ടല്ലേ, അങ്ങോട്ടേക്ക് പോവും ഇല്ലേ. അപ്പൊ കറക്റ്റായിട്ട് ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ഷന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റൂ. കാരണം എന്താണ്, എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കില്ല, അതിനനുസരിച്ച് മാൻ പവറിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഡിമാൻഡ് അനുസരിച്ച് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത്, പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും ഒക്കെ. സോ അത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മൾ എന്ത് തന്നെ ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം. സോ അതാണ് ഇവിടെ പറയുന്നത് സ്റ്റെബിലിറ്റി. എന്താ പറയുന്നത്, സ്റ്റെബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ക്യാൻ ബി മെയ്ഡ് എഫക്റ്റീവ് ബൈ മാനേജ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫോർകാസ്റ്റിംഗ് അബൌട്ട് മാർക്കറ്റ് ഡിമാൻഡ്. എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വഴി മാനേജ്മെന്റിന് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷനിലും എംപ്ലോയ്മെന്റിലും ഒക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. അതായത് ആവശ്യമില്ലെങ്കിൽ സ്റ്റാഫിനെ അവിടെ വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പ്രൊഡക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മാൻ പവർ കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ നടത്താം. ഇതൊക്കെ കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താവശ്യമാണ്, പ്രോപ്പറായിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അത്യാവശ്യമാണ്. ദെൻ എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്, ഇത് നമ്മുടെ മറ്റേ മാക്രോ ലെവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നമ്മൾക്കറിയാം മാക്രോ ലെവലിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എക്കോണമിയിലുള്ള മുഴുവൻ പ്രോഡക്റ്റിൻ്റെയും ഡിമാൻഡ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് എക്കണോമിക് പ്ലാനിങ് നടത്താൻ പറ്റും, പ്ലാനിങ് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ പറ്റും അല്ലെ. നമുക്കറിയാമല്ലോ, നമുക്ക് എക്കണോമിക് പ്ലാനിങ് പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ന്യൂ എക്കണോമിക് പോളിസി ഒക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന എക്കണോമിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് വഴി അവർക്കൊരു നല്ല രീതിക്ക്, ഇനി ഇപ്പോൾ ആളുകളുടെ കയ്യിൽ ഇത്രയും കാശുണ്ട്, അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് പ്രോഡക്റ്റ് ഇറക്കി കൊടുത്താൽ മാത്രമേ ഈ ആളുകളുടെ കയ്യിലുള്ള കാശിൻ്റെ അധികമായിട്ടുള്ള ആ ഒരു ഇത് കുറയുള്ളൂ. കാരണം എക്കോണമിയിൽ അധികം പണം ഇങ്ങനെ ഇതാവാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കൺട്രോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ പുതിയ പോളിസീസ് ഫ്രെയിം ചെയ്യാൻ പറ്റും.
അല്ലേ? അതൊക്കെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന വഴിയല്ലേ. അതായത് ഏത് പ്രോഡക്റ്റിന് ഏത് ഇൻഡസ്ട്രിക്ക് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഡിമാൻഡ് കൂടി നിൽക്കുന്ന, ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം, നമ്മളിപ്പോൾ എന്തിറക്കി കൊടുത്ത ഈ ആൾക്കാർ ഇതെല്ലാം മേടിച്ചിട്ട് പോകും. ഇതെല്ലാം അറിയണമെങ്കിലും പോളിസി ഫ്രെയിം ചെയ്യണമെങ്കിലും നമുക്ക് എന്താവശ്യമാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്, അല്ലേ? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അറ്റ് മാക്രോ ലെവൽ ഫോർ nation as a whole is of a great help to the planners and policy makers for a better planning and rational allocation of country's productional resources. എന്താണ്? പോളിസി മേക്കേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അവർക്ക് നന്നായി പ്ലാൻ ചെയ്യാനും അവരുടെ പ്രൊഡക്ഷണൽ റിസോഴ്സ് കറക്റ്റായിട്ട് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തണം. ദ ഗവൺമെന്റ് ക്യാൻ ഡിറ്റർമിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് പോളിസീസ് ഇൻ വ്യൂ ഓഫ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ വേരിയസ് ഗുഡ്സ് ഇൻ ദ കൺട്രി. എന്താണ്? ഗവൺമെന്റിനാണെങ്കിലും രാജ്യത്ത് ഏത് പ്രോഡക്റ്റിനാണ് ഡിമാൻഡ് കൂടുതൽ ഏതിനാണ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി അവരുടെ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യാനും അല്ലാതെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എക്കണോമിക് പ്ലാനിങ്ങിനും പോളിസി മേക്കിങ്ങിനും എന്ത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ യൂസ്? എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൻ്റെ പർപ്പസ്, ഉപയോഗം, ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെയിൽസ് ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് ബിസിനസ്. ഫോർത്ത് വൺ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇൻവെന്ററി കൺട്രോൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ലോങ് ടേം പ്രോഗ്രാംസിൽ അത് ഗ്രോത്ത് മനസ്സിലാക്കാനും ലോങ് ടേം പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിങ്ങിനും നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണുള്ളത്. അതായത് എങ്ങനെയാണത് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര നാളത്തേക്കുള്ള ഡിമാൻഡാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പായിട്ടാണ് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് പീരീഡ് ആൻഡ് ഒബ്ജക്റ്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും ഒബ്വിയസ്ലി അടുത്ത എന്തായിരിക്കും? ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഓക്കെ, ആദ്യത്തത് ഷോർട്ട് ടേമും ദെൻ ലോങ് ടേം. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ഡിമാൻഡുകളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, വരുന്ന ഓണത്തിന്, അതായത് ഇനി വരുന്ന ഓണം എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിലാണല്ലോ ഓണം വരുന്നുണ്ട്. അപ്പോൾ ആ ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് നമുക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണം, അല്ലേ? അപ്പോൾ വരുന്ന ഓണത്തിന് മുന്നോടിയാക്കി നമ്മൾ ഇപ്പോഴേ അതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ഓണം, അടുത്ത ഓണം, അങ്ങനെ ഒരു 10 വർഷത്തെ ഓണം മുന്നോടിയായിട്ട് കണ്ടിട്ടാണോ നമ്മൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? അല്ല. കാരണം എന്താണ്? ചില സാധനങ്ങളുണ്ട് ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം എടുത്താന്ന് വെച്ചാൽ ഓരോ വർഷം ഓരോ ട്രെൻഡാണ്, അല്ലേ? അപ്പോൾ ഈ വർഷം ഓണത്തിന് ഇന്ന രീതിക്കുള്ള ഡ്രസ്സാണ് ട്രെൻഡെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ചില സ്ട്രൈപ്സ്, ചില സമയത്ത് സ്ട്രൈപ്സ് ആണ് ട്രെൻഡ്, ചില സമയത്ത് ചെക്സ്, ചിലപ്പോൾ പോൾക്കാ ഡോട്ട്സ്, അങ്ങനെ പല പാറ്റേൺസിൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതൊരിക്കലും ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ട്രെൻഡ് മാറുന്ന പെട്ടെന്ന് ട്രെൻഡ് മാറുന്ന സാധനങ്ങൾ നമുക്ക് ഒരിക്കലും ലോങ് ടേമിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ എന്തേ ചെയ്യാൻ പറ്റൂ? ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? മാറി വരും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു വർഷത്തിനുള്ളിലൊക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അവർ ഷോർട്ട് ടേം ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്?
അടുത്ത ഓണത്തിന് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ഡിമാൻഡ്, ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റിന് ഇത്ര ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം അതിപ്പോൾ ട്രെൻഡിങ്ങിലാണ്. അടുത്ത ഓണത്തിന് ചിലപ്പോൾ ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആവും, ഇല്ലേ? അപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യം മാത്രമേ അവർ പ്ലാൻ ചെയ്യൂ. അടുത്ത ഓണം, അടുത്ത വർഷം, അടുത്ത ട്രെൻഡ് വരും, അന്നേരം നോക്കാം. ഓക്കെ, ഇനി ലോങ് ടേം അവരെങ്ങനെയായിരിക്കും? ലോങ് ടേം എന്നൊക്കെ പറയുന്നത് ഹൈ വാല്യൂ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, കാറുകൾ ഈ ഓണത്തിന് മാത്രം ട്രെൻഡിങ്ങിലാണ്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ആ കാറിന് ട്രെൻഡ് പോവും എന്ന്. അങ്ങനെയല്ല, കാറെന്നൊക്കെ പറഞ്ഞ ഒരു 5-6 വർഷം, ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 വർഷമൊക്കെ അതെന്താണ്, പുതിയ മോഡൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുതിയ ട്രെൻഡിങ് മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന സാധനങ്ങളാണ്. സോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്താണ്, അടുത്ത 5-6 വർഷം ഈ ഒരു സാധനം, ഇന്നൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കിടന്ന് ഓടിക്കോളും, അപ്പോൾ ഇതിന് ഇത്രയും ഡിമാൻഡ് ഉണ്ട്, 5-6 വർഷത്തേക്ക് നമ്മൾ ഈ ഒരു മോഡൽ ഈ ഒരു രീതിക്ക് ഫുള്ള് ഓപ്ഷനൊക്കെ ആയിട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് പിടിക്കാം എന്നൊക്കെ നമുക്ക് ഫോക്കാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോങ് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് 2 ഉണ്ട്, ഷോർട്ട് ടേമും ലോങ് ടേമും. ഓക്കെ, അപ്പോൾ എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് പീരിയഡ് ആൻഡ് ഒബ്ജെക്ട്സ് ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 2. നമ്മൾ ഡിമാൻഡ് ഫോക്കാസ്റ്റ് ചെയ്യുന്ന പീരീഡിനെയും ഒബ്ജക്ട്സിനെയും ബേസ് ചെയ്ത് ഡിമാൻഡ് ഫോക്കാസ്റ്റിങ്ങിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്, ഷോർട്ട് ടേം എന്നും ഷോർട്ട് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് എന്നും ലോങ് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് എന്നും 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇനി എന്താണ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ്, എന്താണ് ലോങ് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് അറിയണ്ടേ? വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോക്കാസ്റ്റിംഗ് എന്താണെന്നാണ് പറയുന്നത്. ആൻ എക്സിസ്റ്റിംഗ് ഫേം മസ്റ്റ് നോ വാട്ട് വിൽ ബി ദ കറന്റ് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അവോയ്ഡ് ഓവർ പ്രൊഡക്ഷൻ ഓർ അണ്ടർ പ്രൊഡക്ഷൻ. എന്താണ്, ഇപ്പൊ നിലവിലുള്ള ഒരു ഫേമിന് ഉറപ്പായിട്ടും അവരെന്ത് ചെയ്തിരിക്കണം, ഇപ്പൊ ആ പ്രോഡക്റ്റിനുള്ള കറന്റ് ഡിമാൻഡ് എത്രയാണ് എന്ന് അവരറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തടയാൻ പറ്റൂ, അണ്ടർ പ്രൊഡക്ഷനും തടയാൻ പറ്റൂ. കാരണം എന്താണ്, നമ്മളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തി വെച്ചാലും കുഴപ്പമാണ്, അണ്ടർ പ്രൊഡക്ഷൻ ആണെങ്കിലും കുഴപ്പമാണ്, അല്ലേ? കാരണം കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ വേറെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അവിടെ പോയി അവർക്ക് അതങ്ങ് പിടിച്ചു പോയാൽ പിന്നെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, ഇല്ലേ? സോ അതൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു നിലനിൽക്കുന്ന ഒരു ഫേം, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേം എന്ന് പറയുന്നത് എന്തായാലും അറിഞ്ഞിരിക്കണം, അവരവരുടെ പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്തായാലും അറിഞ്ഞിരിക്കണം. കൂടാതെ such information enables the firm not only to avoid overproduction or underproduction but also determine its price policy, promotional policy, etc. Then only it can secure optimal sales or optimal revenue or maximum profit. എന്താണ് ഈ ഡിമാൻഡ് അറിയുന്നത്, ഓവർ പ്രൊഡക്ഷൻ അണ്ടർ പ്രൊഡക്ഷന് മാത്രമല്ല, നമുക്കറിയാം സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓവർ പ്രൊഡക്ഷനും അണ്ടർ പ്രൊഡക്ഷനും വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രൈസ് എങ്ങനെ ഇടണം, അതായത് ഇപ്പം നിലവിൽ കറണ്ട് ഡിമാൻഡ് ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, കുറച്ച് പ്രൈസ് അങ്ങോട്ട് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുക, ബൈ 1 get 1, അല്ലെങ്കിൽ എക്സ്ട്രാ 150 gram അഡീഷണൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൂപ്പൺസ് ഇതിനുള്ളിലുണ്ട് അത് സ്ക്രാച്ച് ആൻഡ് വിൻ പരിപാടികൾ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷണൽ സാധനങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആൾക്കാർ പിന്നെയും അതിന് വില കുറഞ്ഞുല്ലോ, അപ്പം നമുക്ക് മറ്റേതിന് ഇതിനേക്കാളും വില കൂടുതലാണ്, അപ്പം ഇത് മതി, ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും കൂടിയായിരുന്നു, ഇത് മതി, ഇപ്പം എന്തായാലും വില കുറഞ്ഞു, നമുക്ക് ഇത് മതി എന്നാണ്. അപ്പം ഇതുപോലുള്ള ഓവർ പ്രൊഡക്ഷനും അണ്ടർ പ്രൊഡക്ഷനും തടയാൻ മാത്രമല്ല നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യണമെങ്കിൽ, നമ്മുടെ പ്രൊമോഷണൽ പോളിസി ഫിക്സ് ചെയ്ത് നമ്മുടെ സെയിൽസും റവന്യൂ ഒക്കെ കൂട്ടണം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അറിയണം. ഡിമാൻഡ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പ്രൈസ് കുറച്ചിട്ട് കാര്യമുള്ളൂ. അതായത് ഡിമാൻഡ് കുറഞ്ഞു പോകുന്നു, പ്രൈസ് കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ എന്ത് പ്രൊമോഷൻ കൊടുത്താലാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരിക എന്ന് നമ്മൾ അറിയണം, അല്ലേ? Then such information about the current demand for a firm's product is called demand estimation. Here demand data is collected for short period, usually a year or less. എന്താണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ കറണ്ട് ഡിമാൻഡ് ഇൻഫർമേഷൻ, അതായത് കറണ്ട് ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഡിമാൻഡ് എന്താണെന്ന് അറിയുക. ഇപ്പോൾ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇപ്പോൾ നിലവിലുള്ള, അതായത് ഫ്യൂച്ചർ ഒരു വലിയ പീരീഡിലേക്കുള്ളതല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ഒരു വർഷമോ അതിൽ താഴെയോ ഒക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ വരുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഇപ്പം എന്തോരം ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, എന്തോരം കസ്റ്റമേഴ്സ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. ഓവർ പ്രൊഡക്ഷനും അണ്ടർ പ്രൊഡക്ഷനും ആവാൻ പാടില്ല. അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അത് മാത്രമല്ല, ഈ ഡിമാൻഡ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിനനുസരിച്ച് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ പ്രൈസിങ് പോളിസി ഫ്രെയിം ചെയ്യുക, കുറച്ച് വില കുറച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൊമോഷണൽ പോളിസീസ് ഒക്കെ ഫിക്സ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഇതിപ്പോൾ ഒരു വർഷമോ അതിൽ താഴെയുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ ഒരു വർഷമോ അതിൽ താഴെയുള്ള കാലയളവിലേക്കുള്ള ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിൽ കൂടുതൽ, അതായത് മോർ ദാൻ 1 ഇയറിലേക്കുള്ള, ഒരു വർഷത്തേക്ക് മാത്രമുള്ളതല്ല, ചിലപ്പോൾ 5-6 വർഷത്തേക്കുള്ള ഡിമാൻഡ് തന്നെ ഫോർകാസ്റ്റ് ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് 5 വർഷത്തേക്ക് ഇത്ര ഡിമാൻഡ് കാണും. സോ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യാൻ. അടുത്ത വർഷം പാളിപ്പോകുന്ന പ്രൊമോഷൻ ആവരുത് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ ഫോർകാസ്റ്റിംഗ് ഡൺ ഫോർ ദ പീരീഡ് of more than 1 year to ascertain the scope of future expansion of the business. അതായത് ഒരു വലിയ ലോങ് ടേം ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതിന് അത്ര 5-6 വർഷത്തേക്ക് ഇതിന് ഡിമാൻഡ് ഉണ്ട്. സോ അടുത്ത ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ചെയ്യാം, നമുക്ക് നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാം, പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റൂ. ഇറ്റ് ഈസ് ടു കീപ് ദ കൺസേൺ ഇൻ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ടു മീറ്റ് ദ ഫ്യൂച്ചർ ചലഞ്ചസ്. എന്താണ് ഫ്യൂച്ചർ ചലഞ്ചസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമാണ്? ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റ്. കാരണം നമ്മൾ മുൻകൂട്ടി കാണുക, ഒരു 5-6 വർഷം കഴിഞ്ഞുള്ള സാധനം ഇപ്പോഴേ നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ അതിനെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും, നിലവിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രോഡക്റ്റിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിനെ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നും പറയും. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രൊഡക്ഷൻ പോളിസി ഡിറ്റർമിൻ ചെയ്യാൻ. നമ്മൾ എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തണം, അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ ആവാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ്, നമ്മുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഒരിക്കലും അത് ഓവർ പ്രൊഡക്ഷനിലേക്കും അണ്ടർ പ്രൊഡക്ഷനിലേക്കും പോകാതെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെയിൽസ് പോളിസി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൈസിന് കൊടുക്കണം നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന്, സെയിൽസ് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതിന്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് അതിൻ്റെ ഒരു സ്റ്റഡി ഫ്ലോ ഉറപ്പുവരുത്തുന്നതിന്, ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റ്. അതായത് ഇപ്പം നിലവിലുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ, അതനുസരിച്ച് വേണം നമ്മൾ സെയിൽസ് പോളിസീസ് എല്ലാം ഫ്രെയിം ചെയ്യാൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ളതാണ്, ഇത്ര ഡിമാൻഡേ ഉള്ളൂ, എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ സെയിൽസ് ടാർഗറ്റ് എത്രയാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യും, ഈ ഒരു വർഷം കൊണ്ട് ഇത്ര നമ്മൾ വിറ്റഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഈ ഒരു വർഷം ഇത്ര പ്രൊഡക്ഷൻ ആവശ്യമാണ്, സോ നമ്മുടെ കയ്യിൽ ഇത്രയും ഫണ്ട് ആവശ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഫണ്ടിന്റെ ഫ്ലോ സ്റ്റഡിയാക്കി കൊണ്ടുവരാൻ ഇതിനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്? ഷോർട്ട് ടേം പ്ലാൻ. അതായത് നിയർ ഫ്യൂച്ചറിൽ നടക്കേണ്ടുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ വരുമോ അതൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ലോങ് ടേം പ്ലാനിങ്ങിലാണെങ്കിൽ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വലിയ യൂണിറ്റ് വരുന്നുണ്ട്, അതായത് നമ്മൾ 5-6 വർഷത്തേക്കുള്ള ഡിമാൻഡാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇപ്പോഴേ നമ്മൾ നോക്കുവാണ് 5-6 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് നോക്കുമ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ച് അന്നത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പ്രോഡക്റ്റ് റീച്ച് ആയിട്ടുണ്ടായിരിക്കും. സോ അന്നത്തേക്ക് നമുക്കൊരു ബിസിനസ്, ഒരു ഔട്ട്ലെറ്റും കൂടി തുടങ്ങേണ്ടി വരും, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ അതിന്റെ ഫണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ. ദെൻ
ഇത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫണ്ടിന് ആവശ്യമായിട്ട് വരും, അതിന് ഇന്ന സോഴ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം, എംപ്ലോയീസ് കുറച്ചും കൂടി ആവശ്യമായിട്ട് വരും, കാരണം നമുക്ക് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുകയാണ്, സോ അവിടത്തേക്ക് ആൾക്കാർ ആവശ്യമായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ, ഇതെല്ലാം ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ എക്സ്പാൻഷൻ കാര്യങ്ങളെ പറ്റി അറിയണം, ഇപ്പോഴേ തീരുമാനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ, മാൻ പവർ പ്ലാനിങ് ചെയ്യാൻ, ഇതിനൊക്കെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വളരെ അത്യാവശ്യമാണ്. സോ ഷോർട്ട് ടേമും ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഈ പറയുന്ന ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോർമലി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനപ്പുറം നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതും, ലോങ് ടേം എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയറിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതുമാണ്. ഇതാണ് നിങ്ങൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം. പിന്നെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ തന്നെ വരുന്നതാണ് എന്ത്? പ്രൊഡക്ഷൻ പോളിസി, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ നമുക്ക് കോമൺലി പറയാവുന്ന കാര്യങ്ങൾ, നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്, സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് നമുക്കറിയാം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രോസസ്സാണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് പോയൊന്ന് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിനെന്താണ്? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ആദ്യം ഇന്ന കാര്യം ചെയ്യുക, അതിന് അടുത്തതിന് ശേഷം ഇത് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിൻ്റെതായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. പ്ലാനിങ് നടത്തുമ്പോഴാണെങ്കിലും, ബിസിനസ് പ്ലാനിങ് നടത്തുമ്പോഴാണെങ്കിലും അതിനൊരു സ്റ്റെപ്പ് ഉണ്ടാവും. ആദ്യം ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുക, ദെൻ സബ് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനും ഒരു സ്റ്റെപ്പ് ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് ഈ സ്റ്റെപ്സിനെ പറ്റി പഠിക്കാനില്ല. ജസ്റ്റ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് തന്നിട്ട് ഇതിനകത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടേ. ചിലപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ തരും, അതിനകത്ത് സ്റ്റെപ്സ് ഉണ്ടാവും. ഇതിനകത്ത് സ്റ്റെപ്പ് അല്ലാത്തത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ഭാഗം അല്ലാത്തത് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക, അത് തന്നെയാണ് ഡിറ്റർമിനേഷൻ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏത് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് എന്ത്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്ത് സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, എന്ത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ്. കാരണം ഒരു ലക്ഷ്യം വേണമല്ലോ. നമുക്ക് തന്നെ ഒരു 5-6 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്താൻ പോവുകയാണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുക, നമ്മൾ ഏത് പ്രോഡക്റ്റിൻ്റെ എത്ര നാളത്തേക്കുള്ളതാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്ന്. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഒബ്ജക്റ്റീവ്. അതാദ്യം ഡിറ്റർമിൻ ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സബ് ഡിവൈഡിങ് ദ ടാസ്ക്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നു, ഇന്ന പ്രോഡക്റ്റിന്റെ ഇത്ര നാളത്തേക്കുള്ള, ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ ഷോർട്ട് ടേം, ലോങ് ടേമിലേക്കാണെങ്കിൽ ലോങ് ടേം, ഇന്ന പ്രോഡക്റ്റിന്റെ ഇത്ര നാളത്തേക്കുള്ള ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവുമല്ലോ. അതായത് ആദ്യം ഇത് ചെയ്യണം, ദെൻ ഇന്ന കാര്യങ്ങളായിരിക്കണം പിന്നെ പോവേണ്ടത്. ആ ഒരു കാര്യത്തെ നമ്മൾ ആ ഒരു വലിയ ടാസ്കിനെ കുറെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ, അതിനകത്ത് ചെയ്യേണ്ട ജോലികളെ, ചെറിയ ചെറിയ ജോലികൾ ആദ്യം ഇത് ചെയ്ത് തീർക്കുക, ദെൻ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നെക്സ്റ്റ് ചെയ്യുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്ത് മാറ്റുക. അതാണ് സെക്കൻഡ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പാചകം ചെയ്യാൻ പോയാലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഇപ്പം നമ്മൾ അതിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കും, ദെൻ അതിനുള്ള ഇപ്പം തേങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കും, ദെൻ അതിന് ഓയിൽ ഒഴിച്ച് അതിൻ്റെ സോർട്ടിങ്ങും കാര്യങ്ങളും ചെയ്യും. പിന്നെ ഇതിൽ എല്ലാത്തിനും ഓരോ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലേ. ഒരെണ്ണം കഴിഞ്ഞ് അത് തീർക്കുക, ഇത് ചെയ്യുക, അങ്ങനെയുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ടാസ്കിനെ സബ് ഡിവൈഡ് ചെയ്യുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ അത് തന്നെയാണ്. ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? സബ് ഡിവൈഡ് ചെയ്യുക. ദെൻ
മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഥയിലേക്ക് കിടക്കുകയാണ്. എന്ത്? ഡിമാൻഡ് ഡിറ്റർമിനൻസ്. അതായത് നമ്മൾ ഏത് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ആണോ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കാണും. നമ്മുടെ ഇതിപ്പോൾ ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഒരു വാഷിംഗ് പൗഡർ ആണെങ്കിൽ ആ വാഷിംഗ് പൗഡറിന്റെ സെയിലിനെ അല്ലെങ്കിൽ ആ വാഷിംഗ് പൗഡറിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. ഇപ്പോൾ ആ വാഷിംഗ് പൗഡറിന്റെ പ്രൈസ്, അല്ലെങ്കിൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിന്റെ പ്രൈസ്, കോംപ്ലിമെന്ററി പ്രോഡക്ട്സിന്റെ പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമറിന്റെ പ്രിഫറൻസ് മാറുന്നത്. അങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് എൻ്റെ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻ്റെ എ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ എൻ്റെ ഈ എ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? പ്രൈസാണോ, ഇൻകം ആണോ, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ, അഡ്വർടൈസ്മെന്റ് ആണോ, എന്താണ് എൻ്റെ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അടുത്തത് ഏത് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് ഡിമാൻഡ് ഡിറ്റർമിനൻസിനെ എല്ലാം കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഫോർകാസ്റ്റിംഗിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം വെച്ചിട്ടല്ലേ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എന്തൊക്കെ ഡിറ്റർമിനൻസ് ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അതനുസരിച്ച് നമ്മുടെ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇത്ര കൊടുക്കുകയാണെങ്കിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്നറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? ഡിമാൻഡ് ഡിറ്റർമിനൻസ് അറിയണം. അതറിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലേക്ക് കിടക്കും? ഫോർകാസ്റ്റ് ചെയ്യാൻ പോവാം. ഇനി നമുക്ക് ഫോർകാസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫോർകാസ്റ്റിംഗിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. സർവേ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സർവേ മെത്തേഡിൽ തന്നെ ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഏത് മെത്തേഡ്സ് ആണ് നമ്മൾ അത് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. മെത്തേഡ്സ് നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. സോ മെത്തേഡ്സ് ഇനി നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് 2-3 മെത്തേഡ്സ്, 2-3 അല്ല, സബ് ഡിവിഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 8 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഏത് മെത്തേഡാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏത് മെത്തേഡാണോ ആപ്റ്റായിട്ട് വരുന്നത് ആ മെത്തേഡ് ചൂസ് ചെയ്യുക. ദെൻ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ കളക്ഷൻ നടത്തുക ആൻഡ് അനാലിസിസ് നടത്തുക. നമ്മൾ സർവേ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സർവേ മെത്തേഡിൽ സാമ്പിളിംഗ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡ് അനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക. ദെൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക? അനാലിസിസ് ചെയ്യുക. അവരുടെ അടുത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം വരുമോ? അവരെന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് എല്ലാം നോക്കിയതിന് ശേഷം അതിനകത്ത് നിന്ന് നമ്മളൊരു അനാലിസിസിലേക്ക് എത്തുക. ദെൻ എന്താണ്? അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോമ്പറ്റീറ്റേഴ്സ് കാണും. അത് വലിയൊരു ഫാക്ടറാണ് അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കുള്ള കോമ്പറ്റീറ്റർ നമ്മുടെ മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുക തന്നെ ചെയ്യും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനപ്പുറം നമ്മുടെ കോമ്പറ്റീറ്റർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോവും അല്ലേ? അപ്പം ഇതെല്ലാം ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും നോക്കുക, നമ്മുടെ കോമ്പറ്റീറ്റർ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നമ്മുടെ സെയിൽ ഫോർകാസ്റ്റ്, കോമ്പറ്റീറ്റേഴ്സിന് എന്തായാലും ഈ പ്രോഡക്റ്റിന് എനിക്ക് ഇന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഓക്കെ, അപ്പൊ അവരെന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് അവർക്ക് എന്തായാലും ഇത്ര സെയിൽ ഉണ്ടാവും. അവരുടെ മുഴുവൻ സെയിലും എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് സെയിൽ അവർക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് ഇത്രയൊക്കെ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കുക. അല്ലാതെ എൻ്റെ പ്രോഡക്റ്റ് മാത്രമേ എല്ലാവരും മേടിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? കോമ്പറ്റീറ്ററിൻ്റെ ആക്ടിവിറ്റി നോക്കുക. കോമ്പറ്റീറ്റർ നന്നായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്, അയാൾ പ്രൈസ് കുറയ്ക്കുന്നുണ്ട്, ഓഫറുകൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോവും. ഞാനിനി എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും കുറച്ച് കസ്റ്റമേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. സോ അതുകൂടി പരിഗണിച്ചിട്ട് എനിക്ക് എന്തോരം സെയിൽ നടക്കാം, എൻ്റെ പ്രോഡക്റ്റിന് എന്തോരം സെയിൽ നടക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തുക. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ഡിമാൻഡിലേക്ക് നമ്മൾ എത്തുന്നത്, സെയിൽ ഫോർകാസ്റ്റിലേക്ക് എത്തുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കോമൺ സ്റ്റെപ്പാണ് എന്ത്? റിപ്പോർട്ടിങ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കൈ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, മാനേജ്മെന്റിനെ അറിയിക്കണം. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. പിന്നെ മാനേജ്മെന്റ് ആണ് എന്തോരം പ്രൊഡക്ഷൻ നടത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ ഇത്രയുമാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ സ്റ്റെപ്പ്. ആദ്യം എന്താണ്? ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുക, എന്ത് ചെയ്യണം, എന്ത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് ഫിക്സ് ചെയ്യുക. ദെൻ ആ ടാസ്കിനെ സബ് ഡിവൈഡ് ചെയ്യുക, ഡിമാൻഡിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുക.
ദെൻ ഏത് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക, ആ മെത്തേഡ് ഉപയോഗിച്ച് ഡേറ്റ കളക്ഷൻ നടത്തുക, അതിൻ്റെ അനാലിസിസ് നടത്തി വയ്ക്കുക, ദെൻ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഒരു കണ്ണ് കൊണ്ടുപോവുക, അതും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര സെയിൽ, അതും ഇതും കൺസിഡർ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര സെയിൽ ഉണ്ടെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക, ദെൻ അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഒക്കെ വരുന്ന ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ലെവൽസ്, ഇമ്പോർട്ടൻസ്, ടൈപ്സ്, അതുപോലെ തന്നെ സ്റ്റെപ്സ്, ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ രീതികളിൽ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം എന്നുള്ളത്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. താങ്ക് യു.